നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കൊല്ലം ജില്ലയിലേക്ക് എടുത്തു ചാടിയിരിക്കുകയാണ്. കുറേ വീഡിയോസ് ആലപ്പുഴ ജില്ലയിലെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസ്. ഒറ്റയ്ക്കാണ് വന്ന് എടുത്തത്, അതുകൊണ്ട് വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ അളിയച്ചാറുടെ കൈ ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ചത്തേക്ക് കൂടി കയ്യിൽ ബാൻഡായിട്ട് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ. പണ്ട് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴും ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. ഡ്രോൺ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അളിയച്ചാരെ കൂടെ കൂട്ടിയത്. അപ്പം വേറെ ആരും നമ്മൾ വിളിച്ചിട്ടില്ല, അവനില്ലാതെ പറ്റത്തുമില്ല. നമ്മളിപ്പം പാരിപ്പള്ളിയിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. പാരിപ്പള്ളിയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് അങ്ങനെ വാഹനങ്ങൾ പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി ഓടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട്. വീഡിയോ എടുക്കാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോയി ആലപ്പുഴ ജില്ലയിൽ കുറച്ച് കവർ ചെയ്തെടുത്തായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള വീഡിയോസ് നമ്മൾ എടുത്ത് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇവിടുത്തെ പണികൾ ഏകദേശമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിയേണ്ട പണികൾ ബാക്കി കിടക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തെ, അതായത് പാരിപ്പള്ളി ഫ്ലൈ ഓവർ കയറി വരുമ്പോൾ ഉള്ള ഭാഗത്തെ ഇപ്പം ഡയറക്ഷൻ മാറി നമ്മൾ കടമ്പാട്ടുകോണം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചന്ദനത്തിരി പഴത്തിനകത്ത് കുത്തിവെച്ച പോലെയാണ് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ചെറിയ ചരിവൊക്കെ ഉണ്ട്. അത് ഇനി അലൈൻമെൻറ്റ് ചെയ്ത് നേരെയാക്കിയിട്ട് വേണം സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിടിപ്പിക്കാനായിട്ടുള്ളത്. അപ്പം പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ലൈൻ മാർക്കിംഗ് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ തീരാനുണ്ട്. ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വർക്കല ഭാഗത്തോട്ട് പോകേണ്ട അണ്ടർപാസ് വരണ്ട ഭാഗത്തായിട്ടല്ലായിരുന്നു വന്നത്. ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ടോൾ പ്ലാസയുടെയൊക്കെ ബോർഡ് വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്തായിട്ടാണ് ടോൾ പ്ലാസയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമ്മുടെ അളിയച്ചാറുടെ കൈ ഒന്ന് ശരിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾക്ക്. പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് കടമ്പാട്ടുകോണം മുതൽ മുമ്പോട്ടുള്ള വീഡിയോസ് ഒരു ഏരിയ പോലും മിസ്സാവാതെ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം പാരിപ്പള്ളി ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഇതാണ്. പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്തൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തെയൊക്കെ വീഡിയോസ്. പലരും എടുത്ത് ഞാൻ ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ജാസ് വ്ളോഗ്സ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ എപ്പോഴും കാണിക്കുന്നതാണ്. അവൻ്റെ ചാനൽ ഞാൻ ഈ ഒരു നിങ്ങളാരും കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ വരാത്ത സമയത്തൊക്കെ ജാസ് വ്ളോഗ്സിൻ്റെയൊക്കെ വീഡിയോസ് അവനെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ അവനും കാണിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് നമ്മുടെ പാരിപ്പള്ളി ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. ഡ്രോൺ ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആയിട്ടും കാറ്റിനൊരു ഇതുമില്ല. അപ്പം കുറച്ച് പാടുപെട്ടിട്ടാണ് നമ്മൾ ഡ്രോൺ വീഡിയോ എടുത്തത്. കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഗിംബലിന് ക്യാമറയ്ക്കൊരു ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാറ്റില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഡ്രോൺ വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ പറ്റത്തുള്ളൂ. എങ്കിലും ഒന്ന് തൽക്കാലത്തേക്ക് പല ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മളിപ്പം നേരെ ചാത്തന്നൂർ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ചാത്തന്നൂർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണോ അതോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം കുറച്ച് ടാറിംഗ് വർക്കുകൾ ആ ഒരു എൻ്റെ ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് അപ്രോച്ച് റോഡും പിന്നെ ഈ ഫ്ലൈ ഓവറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്തെ സൈഡിലായിട്ട് കോൺക്രീറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള പണികൾ നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയിട്ടുണ്ട്. മാർച്ച് 10, 2026 രാവിലെ ഏകദേശം ഒരു 7:30-8 മണിക്ക് ഇടയ്ക്കായിട്ടുള്ള സമയത്തെങ്ങാണ്ടാണ് എടുത്തത്. എന്തോരം രാവിലെ സമയത്താണ് ഓടി വന്നത്. വെളുപ്പിനെ ഒരു 5 മണിയായപ്പോൾ ഇറങ്ങി. തിരക്കില്ലാതെ വീഡിയോ പിടിക്കണമല്ലോ. ഇതാണ് നമ്മുടെ ചാത്തന്നൂർ
മിനി ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇതിൻ്റെ അടിഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ തിരുമുക്ക് ഭാഗത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. മുമ്പോട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കുന്നിടത്ത് ഇടത്തെ ഈ സൈഡിലായിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തെ പണികൾ ഇനി പൂർണ്ണമായിട്ടും കഴിയുവാണെങ്കിൽ ഉടൻ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ആറുവരിപ്പാത നമ്മൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വീഡിയോ കൊടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, 4 ഇടത്ത് പൊളിക്കുമെന്ന്. അതൊരു മീഡിയയിൽ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിൽ വന്ന വാർത്ത വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത്രയും ഭാഗത്തായിട്ട് പൊളിക്കത്തില്ലെന്നാണ് NHI പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട കൊട്ടിയം ഭാഗത്തെയൊക്കെ പൊളിച്ച് പണിയുന്ന പണിയൊന്നും ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് തിരുമുക്കിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. 2 സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പം ചാത്തന്നൂർ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് തിരുമുക്കിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. 2 സൈഡിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ 2ാം ഘട്ട ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ ഫിനിഷായിട്ടുണ്ട്. പിന്നെ ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാമത് തുടങ്ങിയ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അപ്രോച്ച് റോഡും അണ്ടർപാസിനെയും കണക്ട് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടാത്തതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് നനച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തേക്ക് ആദ്യഘട്ടം കുറച്ച് ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം 2 സൈഡിലും സർവീസ് റോഡ് പുതിയതായിട്ട് ഇപ്പം 2ാമത്തെ ലെയർ ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പം അതുവഴിയാണ് വാഹനങ്ങൾ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടും കൊല്ലം ഡയറക്ഷനിലോട്ടും ഒക്കെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നപ്പോൾ നമുക്ക് പുതിയതായിട്ട് അനുഭവപ്പെട്ട വേറൊരു കാര്യമുണ്ട്. വലത്തേ സൈഡിൽ ഒരു ചെറിയൊരു കയറ്റവും ഉണ്ട് സർവീസ് റോഡിന്. അപ്പം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരുന്ന വാഹനങ്ങൾ ഇപ്പം സർവീസ് റോഡിൽ വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തോട്ട്. നമുക്കിപ്പം വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞേച്ച് പിന്നെ വലത്തേ സൈഡിൽ കൂടി വരുന്ന വാഹനങ്ങൾ ഒരു കയറ്റം കയറിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് ഈ വലത്തേ സൈഡിലായിട്ടുള്ള കയറ്റം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാർ പോകുന്നവരുടെയൊക്കെ മുമ്പിൽ ലോഡും കയറ്റി വരുന്ന വലിയ വാഹനങ്ങൾ കയറി വരാൻ ഇച്ചിരി ലേറ്റാവും. അതിൻ്റെ പുറകെ കിടന്ന് നമ്മൾ ഹോൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇതാണ്. വലത്തേ സൈഡിൽ സർവീസ് റോഡിൽ കൂടി ഈ ഒരു ഭാഗത്തൂടെ കടന്നു പോകുമ്പം കുറച്ച് പാടുപെട്ടിട്ടാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത്യാവശ്യം നല്ല ലോഡും കയറിയാണ് പല വാഹനങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരെ നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞേച്ച് പുതിയതായിട്ട് ആരംഭിച്ച അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഭാഗം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പകുതിയോളം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ബാക്കി പകുതിയുടെ കോൺക്രീറ്റ് വർക്കുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊന്നുമല്ല, വലത്തേ സൈഡിൽ കുറച്ച് വീതിക്ക് ഉള്ള ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുന്ന് കൊട്ടിയം ഭാഗത്തോട്ട് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമുണ്ട്. സർവീസ് റോഡിൽ കൂടി സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഈ ഒരു സൈഡിലെത്തുമ്പം ഇച്ചിരി പതുക്കെ വരാൻ ശ്രമിക്കുക. കാരണം നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വാഹനങ്ങൾ വലത്തേ സൈഡിൽ കാണുന്ന വീതി കുറഞ്ഞ ആ ഒരു ഭാഗത്തുകൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് വലത്തേ സൈഡിലുള്ള ആ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തിക്കര പാലം കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇവിടുത്തെ കാഴ്ചകളും ജാസ് വ്ളോഗ്സിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് ആ ഒരു ചാനലിലൂടെ നോക്കാമെങ്കിൽ താഴ്ചയിൽ കൂടിയുള്ള കാഴ്ചകൾ ആ ഒരു ചാനലിനകത്തൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നേരെ നമ്മളിനി മുമ്പോട്ട് കൊട്ടിയം ഭാഗത്ത് എത്തുന്നതിന് മുമ്പേ നമ്മൾ മൈലക്കാട് ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ നിന്നും നമ്മൾ കൊട്ടിയം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുന്ന് മൈലക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ 2 സൈഡിലും പണികളൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ആ ഒരു ഭാഗത്തെ ആ പൊളിഞ്ഞു വീണിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പണികൾ എന്നേ പൂർത്തിയായേനെ. ആ ഒരു പണി അങ്ങനെ വന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ പണി ഡിലേ ആയിപ്പോയി. ഇതാണ് നമ്മുടെ
മൈലക്കാട് ഭാഗത്ത് പൊളിഞ്ഞു വീണ ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. ഇപ്പം കുറേ മാസത്തിന് മുമ്പേ ഇത് പൊളിഞ്ഞു വീണയാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ അറിവാൾ ബ്ലോക്ക് ഇളക്കി മണ്ണൊന്നും എടുത്തു മാറ്റി തുടങ്ങിയിട്ടില്ല. അത് അതേപടി കിടക്കുകയാണ്. കുറച്ച് മണ്ണ് പൊളിഞ്ഞു വീണ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞിട്ട് പൊളിച്ച് പണിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. പണി എന്താ വരാൻ പോകുന്നതെന്നുള്ളത് നടക്കട്ടെ, അത് നമ്മൾ നടന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും പുതിയ കാഴ്ചകൾ. കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് പഴയ സ്ഥലത്ത് നിന്നൊക്കെ എവിടെയോ പണി നടന്ന സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടി ഇടുന്നുണ്ട്. അല്ലാതെ വേറെ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല. മണ്ണ് ടെസ്റ്റിങ്ങൊക്കെ എനിക്ക് തോന്നിക്കുന്ന ആ ഒരു സമയത്ത് പൊളിഞ്ഞു വീണതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വാർത്തകളിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്റർ നീളത്തിലായിട്ട് തന്നെ വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടിയം ഭാഗത്തെ കാഴ്ചകളാണ്. അതോടെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ തീരും. നമ്മുടെ ആളിൻ്റെ കൈ ശരിയായ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ കൊട്ടിയം ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊട്ടിയം ഭാഗത്തെ ഫ്ലൈ ഓവർ ഓപ്പണാക്കി കൊടുത്തിരിക്കുകയാണ്. ഗതാഗതക്കുരുക്ക്, അതായത് നമ്മൾ തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഈ ഒരു ഭാഗത്ത് ഗതാഗതക്കുരുക്കായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ആശ്വാസമായിട്ടുണ്ട്. പണികൾ ഇനിയും ബാക്കിയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കണക്റ്റ് ആവാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികൾ പുരോഗമിക്കാനുണ്ട്. ഏറെ ആശ്വാസകരമായിട്ട് ഇത്രയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉമയനല്ലൂർ നിന്ന് ഇങ്ങോട്ട് കൊട്ടിയം ഭാഗത്തോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുമ്പം കൊട്ടിയം ഭാഗത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കൊട്ടിയം പോലീസിൻ്റെ KSRTC ബസ്സുകൾ സർവീസ് റോഡിൽ നിന്ന് നേരെ കൊട്ടിയം ഭാഗത്തോട്ട് താഴ്ചയിൽ കൂടെ ഇറങ്ങി പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു KSRTC ബസ്സുകളൊന്നും കൊട്ടിയത്ത് കയറാതെ ഒറ്റയടിക്ക് വിട്ടടിച്ച് ഒരൊറ്റ പോക്കാണെന്നുള്ളത്. അപ്പോൾ ഇനി അത് KSRTC ബസ്സൊക്കെ കൊട്ടിയം ഭാഗത്തോട് കയറി പോകാതിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. പോലീസിൻ്റെ അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു ബോർഡ് ഇതേപോലെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. KSRTC ബസ്സുകളൊക്കെ സർവീസ് റോഡിൽ കൂടി വേണം കയറി ഇറങ്ങി പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കൊട്ടിയം ഭാഗത്തെ കാഴ്ചകൾ. ലൈൻ മാർക്കിംഗ് ഒക്കെ കൊടുക്കാനുണ്ട്. ലൈൻ മാർക്കിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വൻ പൊളിയാവും. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക. കുറേ ഇങ്ങനെ ചുറ്റിക്കറക്കി എടുത്തായിരുന്നു. മൊത്തം കാറ്റടിച്ചിട്ട് ഗിംബൽ കടന്നിങ്ങനെ വിറയ്ക്കുമായിരുന്നു. നമ്മുടെ ഡ്രോൺ ആകെ കുളമായിരിക്കുകയാണ്. എങ്കിലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.